ജേണി ടു വിക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ മൂന്നാമത്തെ വീഡിയോയാണ്. ഏപ്രിൽ 15 മുതൽ 21 വരെയുള്ള തീയതികളിലെ കറണ്ട് അഫേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായിട്ട്, പട്ടികജാതി ഉപവിഭാഗീകരണം പൂർത്തിയാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. പട്ടികജാതി ഉപവിഭാഗീകരണം പൂർത്തിയാക്കുന്ന ആദ്യ സംസ്ഥാനം തെലങ്കാനയാണ്. 59 ഉപവിഭാഗങ്ങളെ 3 ഗ്രൂപ്പുകളായാണ് ഏകീകരിച്ചത്. 59 ഉപവിഭാഗങ്ങളുണ്ടായിരുന്നു. അവയെ 3 ഗ്രൂപ്പുകളായി ഏകീകരിച്ചു. ഇത് പാസ്സാക്കിയത് 2024 മാർച്ച് 18 പാസ്സാക്കി. തൊട്ടടുത്ത വർഷം 2025 ഏപ്രിൽ 14 പ്രാബല്യത്തിൽ വന്നു. 2 തീയതികളാണ്. ഒന്ന് 2024 മറ്റൊന്ന് 2025. 2024 മാർച്ച് 18, അതിൽ നിന്ന് 4 കൂടെ കുറയ്ക്കുമ്പോൾ ഏപ്രിൽ 14 പ്രാബല്യത്തിൽ വരുന്നു. ഓക്കെ. ചീറ്റകളുടെ മെറ്റാ പോപ്പുലേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി മധ്യപ്രദേശിലെ ഗാന്ധി സാഗറിലേക്ക് ചീറ്റപ്പുലികളെ കൊണ്ടുവരുന്നത് കുനോ നാഷണൽ പാർക്കിൽ നിന്നാണ്. എവിടെ നിന്നാണ്? കുനോ നാഷണൽ പാർക്കിൽ നിന്ന് ചീറ്റപ്പുലികളെ മധ്യപ്രദേശിലെ ഗാന്ധി സാഗറിലേക്ക് കൊണ്ടുവരുന്ന പ്രോജക്റ്റിൻ്റെ പേരാണ് മെറ്റാ പോപ്പുലേഷൻ പ്രോജക്റ്റ്. ചീറ്റകളുടെ മെറ്റാ പോപ്പുലേഷൻ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് 2022 2022 ആദ്യമായിട്ട് ചീറ്റകളെ കൊണ്ടുവന്നത് നമീബിയയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ്. അവിടെ നിന്നൊക്കെയാണ്? നമീബിയ, സൗത്ത് ആഫ്രിക്ക. ACIൻ്റെ 2024 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ 9ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഡൽഹിക്കാണ്. എങ്ങനെയാണ്? ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ 9ാം സ്ഥാനത്ത് ഡൽഹി. ഇതാരുടെ റിപ്പോർട്ട് പ്രകാരമാണ്? ACI. ACI എന്ന് പറഞ്ഞാൽ എന്താണ്? എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ. എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഡൽഹി തിരക്കേറിയ എയർപോർട്ടുകളുടെ പട്ടികയിൽ 9ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അടുത്തത്, ജാപ്പനീസ് ഗാസ്ട്രോ എൻട്രോളജിയുടെ ലെജൻഡ്സ് ഓഫ് എൻഡോസ്കോപ്പി 2025 ലഭിച്ചത് ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡിക്കാണ്. ജാപ്പനീസ് ഗാസ്ട്രോ എൻട്രോളജിയുടെ ലെജൻഡ്സ് ഓഫ് എൻഡോസ്കോപ്പി 2025 എന്ന പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡി. അദ്ദേഹം ഹൈദരാബാദ് AIG ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണ്. ഉത്തർപ്രദേശിലെ ഏത് പദ്ധതിക്കാണ് അംബേദ്കറുടെ പേര് നൽകുവാനായിട്ട് പോകുന്നത്? ഉത്തർപ്രദേശിലെ ഏത് പദ്ധതിക്കാണ് അംബേദ്കറുടെ പേര് നൽകുവാനായിട്ട് പോകുന്നത്? സീറോ പോവർട്ടി എന്നുള്ളതാണ്. സീറോ പോവർട്ടി എന്ന പദ്ധതിക്ക് അംബേദ്കറുടെ നാമം നൽകുന്നുണ്ട്. അത് 135ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഇത് നൽകുന്നത്. ഈ വർഷം അംബേദ്കറുടെ 135ാം ജന്മവാർഷികമായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം മെയ്യിൽ നടക്കും. 2025 ഖേലോ യൂത്ത് ഗെയിം 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം മെയ്യിൽ നടക്കുവാൻ പോകുന്നത് ബീഹാറിലാണ്. ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിൻ്റെ ലോഗോയും ഭാഗ്യചിഹ്നവും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലോഗോ എന്ന് പറയുന്നത്, ലോഗോയിൽ പ്രധാനമായിട്ട് ആൽമരം, മധുബാനി ചിത്രം, ഗംഗ ഡോൾഫിൻ, അതുപോലെ നളന്ദ സർവകലാശാല, മഹാബോധി ക്ഷേത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലോഗോയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭാഗ്യചിഹ്നം ഗജസിംഹ എന്നുള്ളതാണ്. ഗജസിംഹ എന്ന് പറയുന്നത് ആനമുഖത്തോടു കൂടിയ സിംഹമാണ്. ആനമുഖത്തോടു കൂടിയ സിംഹം. പ്രധാനമായി ഓറഞ്ച്, പച്ച നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത്, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും പശ്ചിമഘട്ടത്തിലുമായി കണ്ടെത്തിയ പുതിയ ജീവിവർഗം. എവിടെയൊക്കെയാണ്? ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും പശ്ചിമഘട്ടത്തിലുമായി കണ്ടെത്തിയ പുതിയ ജീവിവർഗമാണ് സ്കറാബ് വണ്ടുകൾ. അതായത് ഉപവിഭാഗം സെറസീനയാണ്. സെറസീന വിഭാഗത്തിൽപ്പെട്ട 6 ഇനത്തിലുള്ള സ്കറാബ് വണ്ടുകളെ ഈ കാലഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും പശ്ചിമഘട്ട ഭാഗത്തു നിന്നുമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
ഇക്വഡോറിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രസിഡന്റ് എവിടെയാണ്? ഇക്വഡോറിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രസിഡന്റ് ഡാനിയൽ നെബോവ. ഇക്വഡോർ ഡാനിയൽ. ലോക കലാദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 15 ഏപ്രിൽ 15. ഇത് 2012 മുതലാണ് ആചരിച്ചു തുടങ്ങിയത്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ജന്മദിനമാണ് ഏപ്രിൽ 15. അപ്പോൾ ഡാവിഞ്ചിയുടെ ജന്മദിനമായ ഏപ്രിൽ 15 2012 മുതൽ ലോക കലാദിനമായിട്ട് ആചരിച്ചു വരുന്നു. 2025 ലോക കലാദിന പ്രമേയം എന്ന് പറയുന്നത് ആർട്ട് ഫോർ യൂണിറ്റി ആൻഡ് ഹീലിംഗ് എന്നുള്ളതാണ്. ആർട്ട് ഫോർ യൂണിറ്റി ആൻഡ് ഹീലിംഗ്. അടുത്ത അപ്ഡേറ്റ്സ്. ഇന്ത്യയുടെ 52ാം ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നത് ബി ആർ ഗവായിയാണ് ഇന്ത്യയുടെ 52ാം ചീഫ് ജസ്റ്റിസായിട്ട് ചുമതലയേൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ 51ാം ചീഫ് ജസ്റ്റിസാണ്. ആരാണ്? സഞ്ജീവ് ഖന്നയാണല്ലേ. അടുത്തത് മീരാഭായ് ചാനു ഔദ്യോഗികമായി ഏറ്റെടുത്തിരിക്കുന്ന പുതിയ പദവി. ആരാണ്? മീരാഭായ് ചാനു. IWLF അത്ലറ്റ്സ് കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സൺ ആണ് മീരാഭായ് ചാനു. IWLF അത്ലറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് മീരാഭായ് ചാനു ചാർജ് എടുത്തിരിക്കുന്നു. 2025 ഏപ്രിൽ 15 നടന്ന പ്രതിരോധ സാഹിത്യോത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്തു പറയുന്നത്. 2025 ഏപ്രിൽ 15 നടന്ന പ്രതിരോധ സാഹിത്യ ഉത്സവം. ഇതിൻ്റെ പേര് കലാം ആൻഡ് കവച് 2 എന്നാണ്. കലാം ആൻഡ് കവച് 2 ഡൽഹി മനീക്ഷ സെൻറ്ററിലാണ് നടന്നത്. 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചു. എന്താണ്? പരിഷ്കാരങ്ങളുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചതാരാണ്? രാജ്നാഥ് സിംഗ് ആണ്. 2023 നാഷണൽ ഹൈവേസ് എക്സലൻസ് അവാർഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പ്രഖ്യാപിച്ചത് എപ്പോഴെന്നുള്ളതാണ്. 2023 നാഷണൽ ഹൈവേസ് എക്സലൻസ് അവാർഡ് പ്രഖ്യാപിച്ചത് 2025 ഏപ്രിലാണ്. 2025 ഏപ്രിൽ. ഇത് 6ാമത്തെ അവാർഡാണ് 2025 പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹിമാചൽ ദിനവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തു പറയുന്നത്. ഏപ്രിൽ 15 ഹിമാചൽ ദിനം. 1948 ഹിമാചൽ പ്രവിശ്യ രൂപം കൊണ്ടതിൻ്റെ ഓർമ്മയാണ് ഏപ്രിൽ 15 ഹിമാചൽ ദിനമായിട്ട് ആചരിക്കുന്നത്. ഏത് വർഷമാണ്? 1948 ഹിമാചൽ പ്രൊവിൻസ് രൂപം കൊള്ളുന്നത്. 30 നാട്ടുരാജ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ടായിരുന്നു ഹിമാചൽ പ്രവിശ്യ രൂപം കൊണ്ടത്. അപ്പോൾ 30 നാട്ടുരാജ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് 1948 ഹിമാചൽ പ്രവിശ്യ രൂപം കൊണ്ടതിൻ്റെ സ്മരണാർത്ഥമാണ് ഏപ്രിൽ 15 ഹിമാചൽ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തിടെ സ്ത്രീകൾ മാത്രമുള്ള ഒരു ബഹിരാകാശ യാത്ര നടന്നു. ഇതിൻ്റെ പേരാണ് ബ്ലൂ ഓറിജിൻ. എന്താണ്? ബ്ലൂ ഓറിജിൻ. 10 മിനിറ്റ് ദൈർഘ്യമാണ് യാത്രയ്ക്കുണ്ടായിരുന്നത്. ഇപ്പോൾ 2025 10 മിനിറ്റ് ദൈർഘ്യത്തോടു കൂടി വനിതകളെ മാത്രം ഉൾപ്പെടുത്തി നടത്തിയ ബഹിരാകാശ യാത്രയാണ്. 2025 GI ടാഗ് നേടിയ വാദ്യോപകരണമാണ് ബനാറസ് ഷെഹനായി. എന്താണ്? ബനാറസ് ഷെഹനായി. UP ഉത്തർപ്രദേശിലെ വാരണാസിയിൽ രൂപം കൊണ്ട് ഉത്ഭവിച്ച ഒരു വാദ്യോപകരണമാണ് ഷെഹനായി. എന്ത് ഷെഹനായാണ്? ബനാറസ് ഷെഹനായി എന്ന് പറയുന്നത്. അപ്പോൾ 2025 GI ടാഗ് ലഭിച്ചു. 2025 GI ടാഗ് ലഭിച്ച മറ്റ് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. വാറങ്കൽ ചപ്പറ്റ, അതുപോലെ പുഷ്പമാല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടിരുന്നു. അതുപോലെ ആ ലിസ്റ്റിൽ വരുന്ന മറ്റൊന്നാണ് 2025 തന്നെ GI ടാഗ് ലഭിച്ച ബനാറസ് ഷെഹനായി. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഇത് രൂപം കൊണ്ടത്. 78ാമത് ലോകാരോഗ്യ അസംബ്ലിയെക്കുറിച്ചുള്ളതാണ് അടുത്ത്. 78ാമത് ലോകാരോഗ്യ അസംബ്ലി 2025 മെയ് 19 നടന്നു. 2025 മെയ് 19 78ാമത് ലോകാരോഗ്യ അസംബ്ലി നടന്നു. ഇതിൽ INB അഥവാ ഇൻ്റർനാഷണൽ നെഗോഷിയേറ്റിംഗ് ബോഡി അഥവാ INB എന്ത് പ്രഖ്യാപിച്ചു? ഒരു പാൻഡമിക് ഉടമ്പടി അവതരിപ്പിച്ചു. ഓക്കെ. രാജ്യങ്ങൾ സംയുക്തമായിട്ട് സൈനിക അഭ്യാസം വർഷാവർഷങ്ങൾ നടത്താറുണ്ട്. ഇന്ത്യ പാകിസ്ഥാനുമായും
ഫ്രാൻസുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഒക്കെ സഹകരിച്ച് സംയുക്ത അഭ്യാസങ്ങൾ നടത്താറുണ്ട്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസം 2025 പൂനെയിൽ നടന്നു. 2025 പൂനെയിലാണ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളത്? ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ളത് നടന്നത്. ഇടയ്ക്ക് റഷ്യയുമായിട്ട് ചേർന്നുള്ളത് നടന്നിരുന്നു അല്ലേ. ഡസ്റ്റിലിക് 6 എന്നുള്ളതായിരുന്നു ഇതിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഡസ്റ്റിലിക് 6 എന്നുള്ളതാണ് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത അഭ്യാസം അറിയപ്പെടുന്നത്. ഇത്തവണ നടന്നത് പൂനെയിലാണ്. ലിയോൺ ആസ്ഥാനമായ ഇന്റർപോളിൻ്റെ അധ്യക്ഷ സ്ഥാനം ലഭിച്ചിരിക്കുന്ന രാജ്യം UAE ആണ്. ലിയോൺ ആസ്ഥാനമായിട്ടുള്ള ഇന്റർപോൾ. അപ്പോൾ ഇന്റർപോളിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലിയോൺ ആണ്. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം കാലാകാലങ്ങളിൽ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തവണ ലഭിച്ചിരിക്കുന്നത് UAEക്കാണ്. IIT ബോംബെയുമായി സഹകരിച്ച് KCB ഉപയോഗിക്കാൻ പോകുന്ന പുതിയ സാങ്കേതിക വിദ്യയാണ് V2G. എന്താണ്? V2G. IIT ബോംബെ ആണ് ഇതിൽ പെടുന്ന ഒന്ന്. മറ്റൊന്ന് KCB. IIT ബോംബെയുമായി സഹകരിച്ച് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് V2G. V2G എന്ന് പറഞ്ഞാൽ എന്താണ്? വെഹിക്കിൾ ടു ഗ്രിഡ് എന്നുള്ളതാണ്. എന്താണ്? വെഹിക്കിൾ ടു ഗ്രിഡ്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡിൽ ഇടം നേടിയ 2 പൗരാണിക കൃതികളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രയും. ഏതൊക്കെയാണ്? ഭഗവത്ഗീത, നാട്യശാസ്ത്ര എന്നീ 2 പൗരാണിക കൃതികൾ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡിൽ ഇടം നേടിയിട്ടുണ്ട്. ആകെ 570 പൗരാണിക കൃതികളാണ് മെമ്മറി ഓഫ് ദ വേൾഡിലുള്ളത്. 570 എണ്ണം. ഇന്ത്യയിൽ നിന്ന് 14 എണ്ണത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും കൂടെ ആകുമ്പോൾ 14 കൃതികളാണ് മെമ്മറി ഓഫ് ദ വേൾഡിൽ ഇടം നേടിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് APMU ഉദ്ഘാടനം ചെയ്തത് ഡൽഹിയിലാണ്. നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിലാണ് ഈ അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെൻറ്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ആഗോളതലത്തിൽ 17ാമത്തേതാണ്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. 2025 ലോക കരൾ ദിനത്തിൻ്റെ പ്രമേയം. ലോക കരൾ ദിനത്തിൻ്റെ 2025 പ്രമേയം ഫുഡ് ഈസ് മെഡിസിൻ എന്നുള്ളതാണ്. ഭക്ഷണമാണ് ഔഷധം. ഏപ്രിൽ 19 ലോക കരൾ ദിനം. ഹീൽഡ് HEALD ഹീൽഡ് എന്നാൽ കരൾ രോഗം നേരിടാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ രാജ്യവ്യാപക സംരംഭമാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ കരൾ രോഗം നേരിടാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ രാജ്യവ്യാപക സംരംഭമാണ് ഹീൽഡ് എന്നുള്ളത്. അംബേദ്കറുടെ 135ാം ജന്മദിനം അംബേദ്കർ ദിനമായി ആചരിച്ച അമേരിക്കൻ നഗരം ന്യൂയോർക്കാണ്. അംബേദ്കറുടെ 135ാം ജന്മദിനം അംബേദ്കർ ദിനമായി ആചരിച്ച അമേരിക്കൻ നഗരം ന്യൂയോർക്ക്. ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായി മൊസാംബിക്കിൽ നങ്കൂരമിട്ട നാവികസേനയുടെ കപ്പൽ INS സുനൈനയാണ്. ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായി മൊസാംബിക്കിൽ നങ്കൂരമിട്ട നാവികസേനയുടെ കപ്പലാണ് INS സുനൈന. നക്കാല തുറമുഖത്താണ് കപ്പൽ നങ്കൂരമിട്ടത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിങ് 2025 മെയ് 2 നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് നടക്കാൻ പോകുന്നത് 2025 മെയ് 2 കമ്മീഷനിങ് ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷനിങ് ചെയ്യും. ഇന്ത്യയുടെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ഡീപ്പ് വാട്ടർ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് തുറമുഖമാണ് വിഴിഞ്ഞമെന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ഡീപ്പ് വാട്ടർ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് ആര്യഭട്ട. 2025 50 വർഷം പൂർത്തിയാവുകയാണ് ആര്യഭട്ട വിക്ഷേപിച്ചിട്ട്. അപ്പോൾ ആര്യഭട്ട വിക്ഷേപിച്ചിട്ട് 2025 50 വർഷം പൂർത്തിയാകുന്നു. 1975 സോവിയറ്റ് യൂണിയൻ്റെ സഹകരണത്തോടെയാണ് ഇന്ത്യ ആര്യഭട്ട വിക്ഷേപിച്ചത്. 17 വർഷക്കാലം ആര്യഭട്ട ഭൂമി എന്ത് ചെയ്തിരുന്നു? പരിക്രമണം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 50 വർഷം പൂർത്തിയാകുന്നു. വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19 ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ്? സോവിയറ്റ് യൂണിയൻ്റെ ഹെൽപ്പോടെയാണ് ഇന്ത്യ വിക്ഷേപണം പൂർത്തീകരിച്ചത്.
മറ്റൊരു വിക്ഷേപണ ദൗത്യമാണ് അടുത്ത അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നത്. നാസയും ISROയും ചേർന്ന് വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന ഒരു ഉപഗ്രഹ ദൗത്യമാണ് നിസാർ. എന്ന് പറഞ്ഞാൽ നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നുള്ളതാണ്. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഭൗമ നിരീക്ഷണമാണ് ഇതിൻ്റെ ദൗത്യം. 3 വർഷമാണ് ഇതിന് നൽകപ്പെട്ടിരിക്കുന്ന കാലാവധി. 3 വർഷം ദൗത്യം നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ എന്ന് പറയുന്നത്. GSLV MK2 ആണ് വിക്ഷേപണ വാഹനം. നിസാർ വിക്ഷേപിക്കുന്നത് GSLV MK2 ആണ്. സെക്കൻഡ് എന്ന വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത നാസയും ഇസ്രോയും കൈകോർക്കുന്ന ആദ്യത്തെ ഭൗമശാസ്ത്ര ദൗത്യമാണ്. ഭൗമശാസ്ത്ര ദൗത്യം എന്ന് പറയുമ്പോൾ ഭൗമ ഉപരിതലത്തെക്കുറിച്ചും കാലാവസ്ഥയുടെയൊക്കെ സ്വാധീനത്താൽ ഭൗമോപരിതലത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുവാനായിട്ടാണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആദ്യത്തെ ഭൗമശാസ്ത്ര ദൗത്യമാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നാസയും ഇസ്രോയും കൈകോർക്കുന്ന ആദ്യ ഭൗമശാസ്ത്ര ദൗത്യമാണ് നിസാർ. അടുത്തിടെ ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈൽ എന്ന് വിമർശിക്കപ്പെട്ട ഭരണഘടനാ വകുപ്പ് എന്താണ്? ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈൽ എന്ന് വിമർശിക്കപ്പെട്ട ഭരണഘടനയിലെ വകുപ്പാണ് വകുപ്പ് 142. വകുപ്പ് 142 ആർട്ടിക്കിൾ 142 പറയുന്നത് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഏതൊരു കാര്യത്തിലും പൂർണ്ണ നീതി നടപ്പാക്കുന്നതിന് ആവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുന്നു. അപ്പോൾ ഈ ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിയുടെ കീഴിലിരിക്കുന്ന പരിഗണനയിലിരിക്കുന്ന ഏതൊരു കാര്യത്തിലും എന്തിനു വേണ്ടിയിട്ട്? പൂർണ്ണ നീതി ഉറപ്പാക്കാനുള്ള ഏതൊരു ഉത്തരവും ആർക്ക് പുറപ്പെടുവിക്കാം? സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാം. ഈ ഒരു ആർട്ടിക്കിളിനെയാണ് ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈൽ എന്ന് വിമർശിച്ചത്. ഓക്കെ, അടുത്തത് നാഷണൽ സിവിൽ സർവീസ് ദിനം എന്നാണ്. ഏപ്രിൽ 21 നാഷണൽ സിവിൽ സർവീസ് ദിനം. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ്? ചാൾസ് കോൺവാലിസ് ആണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ്. ഔപചാരികമായിട്ട് സിവിൽ സർവീസ് ആരംഭിച്ച രാജ്യം ചൈനയാണ്. അപ്പോൾ ചൈനയിലാണ് ആദ്യമായിട്ട് ഔപചാരികമായിട്ട് സിവിൽ സർവീസസ് ആരംഭിക്കുന്നത്. മറ്റൊന്ന്, സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളുടെയും ചിന്തകളുടെയും സമാഹാരമാണ് സംസ്കൃതി കാ പഞ്ച്വ അധ്യായ്. എന്താണ്? സംസ്കൃതി കാ പഞ്ച്വ അധ്യായ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രസംഗങ്ങളുടെ, സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമാണ്. ഓക്കെ അല്ലേ? അടുത്തത്, പൂർണ്ണമായും പുനരുപയോഗ ഊർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നഗരമാകാൻ പോകുന്നത് എങ്ങനെയാണ്? പൂർണ്ണമായും പുനരുപയോഗ ഊർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നഗരം ഇതാണ്. അമരാവതി. ആന്ധ്രയുടെ ആസൂത്രിത നഗരം തലസ്ഥാനമെന്നാണ് അമരാവതി അറിയപ്പെടുന്നത്. ആന്ധ്രയുടെ ആസൂത്രിത തലസ്ഥാനമായ അമരാവതി കൈവരിക്കുന്ന നേട്ടം എന്താണ്? പൂർണ്ണമായും പുനരുപയോഗ ഊർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ നഗരമെന്ന പേരാണ് ലഭിക്കാനായിട്ട് പോകുന്നത്. നഗരപ്രദേശങ്ങളിലെ വന്യജീവി സംരക്ഷണത്തിനായുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച തണ്ണീർത്തടം, കേന്ദ്രമാണ് കേട്ടോ അത്, സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച തണ്ണീർത്തടമാണ് ഫ്ലെമിംഗോ. നഗരപ്രദേശങ്ങളിലെ വന്യജീവി സംരക്ഷണത്തിനായുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച തണ്ണീർത്തടം ഫ്ലെമിംഗോയാണ്. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2025. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ഏതാണ്? സമർ അബു എലൂഫിനാണ് ലഭിച്ചത്. സമർ അബു എലൂഫ് പകർത്തപ്പെട്ട ചിത്രം അത് നോക്കി വയ്ക്കുക. ഇസ്രയേൽ ആക്രമണത്തിൽ കൈകൾ രണ്ടും നഷ്ടപ്പെട്ട മഹ്മൂദ് അജ്ജോർ എന്ന ബാലൻ്റെ ചിത്രമാണ്. എന്താണ്? മഹ്മൂദ് അജ്ജോർ എന്ന ബാലൻ്റെ ചിത്രം. എന്താണ് ബാലൻ്റെ പ്രത്യേകത? ഇസ്രയേൽ ആക്രമണത്തിൽ 2 കൈകളും നഷ്ടപ്പെട്ട ഒരു ബാലനാണ്. 2025 ഏപ്രിൽ 15 മുതൽ 21 വരെയുള്ള 34 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കിയത്. തുടർന്ന് ഈ മാസത്തെ ബാക്കി ദിവസങ്ങളിലെ അപ്ഡേറ്റ്സ്
ഈ മാസം തീരുമ്പോൾ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കറണ്ട് അഫേഴ്സ് താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് പഠിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ SSLCയുടെ പുതിയ പാഠപുസ്തകത്തിൻ്റെ ജീവശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോയും ചാനലിലുണ്ട്. അതും ആവശ്യമായവർ കാണുക.